കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ സംസ്ഥാനത്തും വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. കണ്ണൂരിൽ സിപിഎം പ്രവർത്തകർ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. Indian Hitler Narendra Modi. Indian Hitler Narendra Modi. Nammude naadin naavathe. Nammude naadin naavathe. രാജ്ഭവനിലേക്ക് കോൺഗ്രസും ഡിവൈഎഫ്ഐയും മാർച്ച് നടത്തി. അവരുടെ ലക്ഷ്യം അതാണ്. നരേന്ദ്രമോദിക്ക് ബദലായി ആരും വരാൻ പാടില്ല. നരേന്ദ്രമോദിയുടെ കാലശേഷം അടുത്തൊന്ന് കാലിക്കോളം കൊടുത്തുകൊണ്ട് കാത്തിരിക്കുന്നവരുടെ കുപ്പായത്തെ പിടിച്ചുവെച്ച് എറണാകുളത്ത് ഇഡി ഓഫീസ് മുന്നിലും പാലക്കാട് ദേശീയപാത ഉപരോധിച്ചും ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രതിഷേധിച്ചു. Arun Kejriwal Zindabad! Inqilab Zindabad! Inqilab Zindabad! Arun Kejriwal Zindabad! Arun Kejriwal Zindabad! Narendra Modi Murdabad! Narendra Modi Murdabad! Zindabad! Inqilab Zindabad! Inqilab Zindabad! വിശദമായി കാണാം ഡാൻ കുര്യന്റെ റിപ്പോർട്ട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് തൊട്ടുപിന്നാലെ സംസ്ഥാനത്ത് തുടങ്ങിയ പ്രതിഷേധങ്ങൾ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. ബി.ജെ.പി. വിരുദ്ധ ശക്തികളെല്ലാം ഒറ്റക്കെട്ടായി നിന്നാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം നഗരത്തിൽ സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം.എ. ബേബി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പ്രതിഷേധ പരിപാടികളാണ് നടന്നതെങ്കിൽ ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലാണ് രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ വ്യാപകമായ പ്രതിഷേധം അലയടിച്ചത്. കണ്ണൂരിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു പ്രതിഷേധം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ ശശി തരൂർ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരൊക്കെ അതിശക്തമായ രീതിയിലാണ് കേജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജനാധിപത്യത്തെ വായ് മൂടിക്കെട്ടാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പിക്കെതിരായി ശബ്ദമുയർത്തുന്നവരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ചെറുത്തു തോൽപ്പിക്കുന്നതിനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അതിന്റെ ഒടുവിലത്തെ ഇരയായി മാറിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് നേതാക്കന്മാർ നടത്തിയത്. അതിന് പിന്നാലെയാണ് രാജ്ഭവനിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം DCC നേതൃത്വം നൽകിയ മാർച്ച് നടന്നത്. ശശി തരൂർ MP ഉൾപ്പെടെയുള്ളവർ ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. കോൺഗ്രസിന്റെ മാർച്ച് ഒരു വശത്ത് നടക്കുമ്പോൾ സംസ്ഥാനത്തു നിന്നുള്ള ആം ആദ്മി പ്രവർത്തകർ മറുവശത്ത് ഈ മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ചകളും രാജ്ഭവന് മുൻപിലുണ്ടായി. അതിന് പിന്നാലെയാണ് ഡിവൈഎഫ്ഐയും പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി രാജ്ഭവന് മുന്നിലേക്ക് എത്തിയത്. എന്തായാലും ബി.ജെ.പി. വിരുദ്ധ ചേരികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ പ്രതിഷേധത്തിൽ അണിചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് സംസ്ഥാനത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട ഭിന്നസ്വരങ്ങൾ ഉയർന്നത് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നെങ്കിലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടെ ബി.ജെ.പി. വിരുദ്ധ ശക്തികൾ ദേശീയ തലത്തിൽ എങ്ങനെയാണോ ഒന്നിക്കുന്നത് സമാനമായ തരത്തിൽ കേരളത്തിലും അത്തരത്തിലുള്ള ഒരു നീക്കം ഈ ഒരു കാര്യത്തിലെങ്കിലും ഉണ്ടായിരിക്കുന്ന അസാധാരണമായ സംഭവ വികാസങ്ങൾക്കാണ് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് നരേന്ദ്രമോദി നേരിട്ടാണ് നേതൃത്വം നൽകിയത്.